അതുപോലെ ഒരുപാട് ഹിറ്റ് ഗാനങ്ങൾ നിറഞ്ഞ ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമയായിരുന്നു കൂടും തേടി. പോൾ ബാബു എന്ന് പറഞ്ഞ സംവിധായകൻ, അദ്ദേഹം ഭരതൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു. ആ സിനിമയിലെ പാട്ടുകളിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതുവരെ കേട്ട് പരിചയിച്ചിട്ടുള്ള ഒരു സ്ട്രക്ചറോ അല്ലെങ്കിൽ ഒരു ഓർക്കസ്ട്രേഷൻ സ്റ്റൈലോ ആയിരുന്നില്ല. വളരെ വെസ്റ്റേൺ സ്റ്റൈലിലുള്ള ഒരു പാട്ട്. ആ പാട്ടുകൾക്ക് പുറകിൽ അതിൻ്റെ ഈണമിട്ടത് ജെറി അമൽദേവിൻ്റെ കൈകളായിരുന്നു. പക്ഷേ അതിൻ്റെ ഓർക്കസ്ട്രേഷനിൽ ഇന്നത്തെ വളരെ പ്രശസ്തരായിട്ടുള്ള പലരും പ്രവർത്തിച്ചിരുന്നു. പ്രത്യേകിച്ച് എ ആർ റഹ്മാൻ അതിൻ്റെ കീബോർഡിൻ്റെ സൈഡിൽ, ശിവമണി അതിൻ്റെ ഡ്രംസ് അതുപോലെയുള്ള പെർക്യൂഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻസിലൊക്കെ ശിവമണിയുടെ കൈകളുണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. പാട്ടുകൾ നമുക്ക് വളരെ പരിചിതമാണ്. പ്രത്യേകിച്ചും ഇപ്പോഴും ഒരു ഗാനമേള, അത് 80s പാട്ടുകൾ കോർത്തിണക്കിക്കൊണ്ടുള്ള കുറച്ച് പാട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ ഈ പാട്ട് ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു ഗാനമേള ചിന്തിക്കാനായിട്ട് പറ്റില്ല. കല്യാണ വീടുകൾ തൊട്ട് റിയാലിറ്റി ഷോസ് ആണെങ്കിലും കല്യാണ വീടുകളാണെങ്കിലും ജസ്റ്റ് നമ്മൾ ഇപ്പോൾ കാറിൽ പോകുമ്പോൾ കേൾക്കുന്നൊരു പാട്ടാണെങ്കിലും ഈ അടുത്ത ഏതൊക്കെയോ സിനിമകളിൽ ഈ പാട്ടിൻ്റെ ഒരു റീമേക്ക് വെർഷനൊക്കെ ഉണ്ടായിരുന്നു. വാചാലം നിൻ മൗനവും എൻ മൗനവും തേനൂറും സ്വപ്നങ്ങളും ദുഃഖങ്ങളും വാചാലം വാചാലം. പിന്നെ ആ കീബോർഡിലുള്ള ഒരു മേളിക്കലുണ്ട്, അതിനൊപ്പം തന്നെ ഡ്രംസിൻ്റെ കുറേ രസങ്ങളുണ്ട്. ഭയങ്കര ഫാസ്റ്റായിട്ടുള്ളതും എന്നാൽ ഒരു ഫാസ്റ്റ് സോങ്ങിന് ഉള്ളിൽ ഒരു വളരെ ജമ്പുകളൊക്കെ ഉള്ള ഒരു വളരെ ഫാസ്റ്റായിട്ടുള്ള ഒരു സോങ്ങിനുള്ളിൽ എങ്ങനെ ഒരു മെലഡി മിക്സ് ചെയ്യാം എന്നുള്ള അതിഗംഭീരമായിട്ടുള്ളൊരു പരീക്ഷണമാണ്. അതിൽ കൃത്യമായിട്ടുള്ള ആരോഹണ അവരോഹണങ്ങൾ വളരെ ഗംഭീരമായിട്ടുണ്ട്. ഒരു വയൽ പക്ഷിയായി അങ്ങനെയൊക്കെ പോയി പിന്നെ വീണ്ടും താഴോട്ട് വന്ന്, അതുപോലെ തന്നെ ഒരു ഗായകൻ്റെ ശബ്ദം, യേശുദാസിൻ്റെ ഈ പറഞ്ഞ ആരോഹണത്തിനും അവരോഹണത്തിനും വളവുകളും ഒടിവുകളും തിരിവുകളും അദ്ദേഹത്തിൻ്റെ ഒരു ബേസ് സൗണ്ട്, ഒരു ഗായകൻ്റെ ശബ്ദം, ആ ഗായകൻ്റെ ഒരു സ്വരവിന്യാസം വളരെ മനോഹരമായിട്ട് ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു ഗാനം കൂടിയാണത്. ആ പാട്ടിൻ്റെ ഒരു പിറവി അത് മലയാളത്തിൽ തന്നെ ഒരു എവർഗ്രീൻ സോങ് ആയിട്ട്, പ്രത്യേകിച്ച് പല പാട്ടുകളും നമ്മൾ അത് ഒരു 70s പാട്ട്, ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് ഇഷ്ടാവുമോ, ഇപ്പോഴത്തെ തലമുറയ്ക്ക് അത് ഇഷ്ടാവുന്ന ഉള്ളൊക്കെയുള്ള സംശയങ്ങളുണ്ടായിരിക്കാം. പക്ഷേ ഈ പാട്ട് ഏത് തലമുറയും ആകർഷിക്കുന്നൊരു ഗാനമാണ്. ജെറി അമൽദേവിൻ്റെ മുന്നിൽ നമ്മൾ തൊഴുകൈകളോടെ നിൽക്കുന്ന രീതിയിൽ മ്യൂസിക് അദ്ദേഹം പകർന്നു നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പിറവി എങ്ങനെയായിരുന്നു? വാചാലം എന്ന് പറഞ്ഞാൽ ഒരുപാട് കഥകൾ ഈ പാട്ടിൻ്റെ പിന്നിലുണ്ട്. ഒന്ന്, പോൾ ബാബു എന്ന് പറയുന്ന ഒരു നല്ല സംവിധായകൻ, നല്ല സെൻസ് ഓഫ് മ്യൂസിക് ഉള്ള ആൾ. അതെ, അയാൾ സെൻസ് എന്ന് വെച്ചാൽ ജോൺ ബോളിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളായിരുന്നു ഈ പോൾ ബാബു. എസ്.എൻ. സ്വാമിയുടെ. അതെ, അവർക്കൊക്കെ എറണാകുളത്തുള്ള എല്ലാ സിനിമാക്കാർക്കും ഇഷ്ടപ്പെട്ട നല്ലൊരു ചെറുപ്പക്കാരൻ. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഒരു നല്ല സിനിമ. അതും പാട്ടിലെ ഓരോ ഫ്രെയിംസും ഭരതൻ്റെ പോലെ വേണമെന്നിങ്ങനെ ധ്യാനിച്ച് കിടക്കുന്ന ഒരു ഭരതശിഷ്യ. അപ്പോൾ ഈ പാട്ട് ആദ്യം ഉണ്ടാക്കിയാലും അത് ഭരതേട്ടൻ കേൾക്കണം. ഓക്കെ പറഞ്ഞാൽ റെക്കോർഡ് ചെയ്ത സാധനമാണെങ്കിൽ പോലും അത് കൊള്ളില്ല എന്ന് പറഞ്ഞാൽ അത് മാറ്റാൻ റെഡിയാണ്. അത്രമാത്രം ഒരു എന്താ പറയുക, ഒരു ഭയങ്കര സംവിധാന ദാസൻ എന്നൊക്കെ പറയാവുന്ന ആൾ. പുള്ളിയാണ് ഇതിൻ്റെ ഡയറക്ടർ. അപ്പോൾ പുള്ളി ഒരു കാര്യം മാത്രമേ ഇൻസിസ്റ്റ് ചെയ്തുള്ളൂ, ഫുൾ ഫ്രീഡം ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും തന്നിരിക്കുകയാണ്. MDRും ജെറി അമൽദേവും കൂടെ ഇത് സൂപ്പർ ഹിറ്റാക്കണം. ഓക്കെ, അപ്പോൾ ജെറി അമൽദേവ് സമ്മതിക്കുന്നു. ഞങ്ങളൊരു ഹോട്ടൽ മുറിയിലിരിക്കുന്നു. യു വോണ്ട് ബിലീവ്, ഈ പാട്ടുണ്ടാക്കുമ്പോൾ കൈ പുറകോട്ട് കെട്ടിയിട്ട് ഒരു ഡാൻസിങ് സ്റ്റെപ്പൊക്കെ വെച്ചിട്ട്, സാധാരണ അങ്ങനെയാണ് പുള്ളിയുടെ സ്റ്റൈൽ, ജെറി അമൽദേവിൻ്റെ. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടാണ് പുള്ളിയുടെ ഒരു രീതി. നല്ല അത് യൂഷ്വലായിട്ട് ഇംഗ്ലീഷ് വേർഡ്സാണ് കൂടുതൽ ഉപയോഗിക്കുക. കമോൺ ലെറ്റ്സ് ഡു എന്നൊക്കെ ഓരോ സാധനങ്ങൾ. ഓക്കെ, ഇങ്ങനെയുള്ള വാക്കുകൾ ഇടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ പാട്ട് ആസ്വദിക്കുകയും ചെയ്യും പുള്ളി. അങ്ങനെ പുള്ളി ട്യൂണുണ്ടാക്കിയപ്പോൾ പുള്ളിക്ക് വേറൊരു വലിയ വളരെ പർട്ടിക്കുലറാണ്. ഇപ്പോൾ ഒരു പാട്ടിൽ എന്നുള്ള വാക്കുകളാണ് അവസാനം വരുന്നതെങ്കിൽ എല്ലാ വരികളും അങ്ങനെ അവസാനിക്കണം. അങ്ങനെ ലിറിക്ക് അങ്ങനെ തമിഴ് സ്റ്റൈലിൽ അങ്ങനെ വരികയാണെങ്കിൽ നന്നായിരിക്കും, പാട്ടിന് ഇമ്പം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു രീതിയുണ്ട്. അപ്പോഴാണ് ഈ വാചാലം എൻ മൗനവും നിൻ മൗനവും ജനിക്കുന്നത്. അപ്പോൾ ഞാൻ വരി ഇട്ട് കൊടുത്തു. പുള്ളി നടക്കുന്നു. അരയന്നപ്പട പോലെ ഇങ്ങനെ അങ്ങോട്ട് നടന്നിട്ട് വാചാലം എൻ മൗനവും നിൻ മൗനവും ബും ബും കേനോ. അപ്പോൾ ഇത് പുള്ളിക്ക് ഭയങ്കര ത്രില്ലടിച്ചിരിക്കുക. ഓക്കെ ഇങ്ങനെ ആ പാട്ട് ഇങ്ങനെ ഫിനിഷാവുന്നു. ഒരു വയൽ പക്ഷിയായി പുള്ളി തന്നെ പാടുന്നു. മാത്രമല്ല കുറച്ച് ഡാൻസിങ് സ്റ്റെപ്സും പൂഞ്ചിറകിൻ വണ്ടർഫുൾ. ഇടയ്ക്ക് അത് വരും.
ഉയരുന്നു ഞാൻ, എക്സലൻറ്റ്, ഇങ്ങനെ ഈ സാധനം എൻ്റെ കൂടെ പുള്ളി പാടിക്കൊണ്ട് അങ്ങനെ പകുതി ഇംഗ്ലീഷും പകുതി മലയാളമായിട്ട് പുള്ളി അത് ഏതാണ്ട് നൗഷാദീൻ സ്റ്റൈലിൽ പാട്ടങ്ങോട്ട്. അതിലൊരു പ്രത്യേകതയുള്ളത്, സാധാരണ ഇദ്ദേഹത്തിന്റെ പാട്ടുകളിൽ അക്വസ്റ്റിക് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ് കൂടുതലും ഉപയോഗിക്കാറുള്ളത്. ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ അത്തരം ഇളയരാജയുടെ ഒരു ശൈലി അദ്ദേഹം ബോധപൂർവ്വം അല്ലാണ്ടോ അദ്ദേഹം കൂടുതൽ അനുവർത്തിക്കാറില്ല. അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈല് കുറച്ചും കൂടി അക്വസ്റ്റിക് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ് കൂടുതൽ. ഈ പാട്ട് കേൾക്കുമ്പോൾ പെട്ടെന്നൊരു ഇളയരാജയുടെ ഒരു ശൈലി അദ്ദേഹം അറിയാതെയോ അറിഞ്ഞോ അനുകരിച്ചതാണോ എന്ന് വരെ തോന്നിപ്പിക്കുന്ന ഒരു സ്റ്റൈലാണ്. ഒരു ഓരോരുത്തർക്കും ഓരോ രീതികളും ശൈലികളും ഉണ്ടാവുമല്ലോ. ഞാൻ ഇളയരാജയുടെ സ്റ്റൈൽ ഞാൻ അനുകരിച്ചു മനസ്സുകൊണ്ട്. അങ്ങനെ ഞാൻ വരി ഉണ്ടാക്കി, വാചാലം എൻ മൗനവും നിൻ മൗനവും. അപ്പം ഞാനതുണ്ടാക്കിയത്, ഞാനൊരു ചെറിയ മ്യൂസിക് ലൈനുണ്ടല്ലോ, അപ്പം അതുകൊണ്ട് വാചാലം എൻ മൗനവും നിൻ മൗനവും, അതാണ് ഞാനുണ്ടാക്കിയത്. അപ്പോൾ പുള്ളി പറഞ്ഞു അത് വേണ്ട, എനിക്ക് എൻ്റെ ഒരു സ്റ്റൈലുണ്ട്, ഇളയരാജയുടെ ഒരു ട്യൂണുണ്ട്, പൂങ്കാറ്റ് കുളിരാട്, അതിൻ്റെ പാട്ടുണ്ട്. അപ്പോൾ അത് വന്നപ്പോൾ പുള്ളി പറഞ്ഞു അത് വേണ്ട, അത് ഞാൻ എൻ്റെ ഉണ്ടാക്കാം. നടക്കുന്നു, പുള്ളി നടന്നുകൊണ്ട് ഡയലോഗ് കിട്ടി, ഐ ഗോട്ട് ഇറ്റ്. അങ്ങനെ വാചാലം അത് ജെറിയടയായി മാറുന്നു. അതെ അതെ, ഇത് പാട്ട് കംപ്ലീറ്റ് ആക്കുന്നു, പുള്ളി ഭയങ്കര ത്രിൽഡ് ആവുന്നു. ഇനിയെ ബാക്കിയുള്ള ഭയങ്കര സംഭവങ്ങളുണ്ടാകാൻ പോകുന്നു. പോൾ ബാബു ഹാപ്പി. പോൾ ബാബു പറയുന്നു നമുക്ക് ഉടനെ തന്നെ ഇത് ഭരതേട്ടനെ കേൾപ്പിക്കണം. ഞാൻ പറഞ്ഞു ഇപ്പോൾ കേൾപ്പിക്കണ്ട, അത് കഴിഞ്ഞിട്ട് മതി, റെക്കോർഡിങ് കഴിഞ്ഞിട്ട് മതി എന്നൊക്കെ പറഞ്ഞ് പോൾ ബാബുവിനെ സമാധാനിപ്പിച്ചിട്ട് ഞങ്ങൾ പോകുന്നു. പോയി റെക്കോർഡിങ് കിടപ്പാണ് ഏറ്റവും രസം. തരങ്ങിണി സ്റ്റുഡിയോയിൽ, മദ്രാസിലെ സ്റ്റുഡിയോ ആണ്. അപ്പോൾ ശിവമണി അവിടെ റെഡി ആയിരിക്കുന്നു, അതിനേക്കാൾ ഗംഭീരമായിട്ട് റഹ്മാൻ. ഇവരൊക്കെ അങ്ങനെ ജെറിയുടെ ആജ്ഞാനുവർത്തികളായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇദ്ദേഹം ഇട്ടുകൊടുക്കുന്നതിൻ്റെ ത്രിബിളാണ് അവരിങ്ങോട്ട് തരുന്നത്. അതാണ് ഏറ്റവും അത്ഭുതം. മാത്രമല്ല മോസ്റ്റ് ഒബീഡിയൻ്റ് മ്യൂസിഷ്യൻസ് അവർ, അവരുടെ കയ്യിൽ നിന്നൊന്നും വിടുന്നില്ല എന്നർത്ഥം. അവരൊക്കെ എന്നാൽ അവർക്ക് അവരുടേതായിട്ടുള്ള പെർഫോമൻസിനുള്ള സ്പേസ് ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ. കീബോർഡിലെ കളികൾ കുറേ ഉണ്ട്. കീബോർഡിൽ ഇങ്ങനെ വിരലുകൾ ഇങ്ങനെ ഒഴുകി നടക്കുന്ന പോലെയുള്ള പരിപാടികൾ അത് മുഴുവൻ ഇയാളെ സർക്കസിലെ റിംഗ് മാസ്റ്റർ പോലെ ഒരു കൺട്രോൾ കൊണ്ടിരിക്കുകയാണ്. അതൊരു യജ്ഞമായിരുന്നു, ഞാൻ കണ്ട ഒരു വല്ലാത്ത യജ്ഞമാണ്. പിന്നെ ഡ്രംസിന്റെ ആണെങ്കിൽ പെർക്യൂഷൻ കുറേ സംഭവങ്ങളുണ്ട്. ഈ സമയത്താണ് ഈ വലിയ വലിയ പെർഫോമൻസ് എല്ലാം കഴിഞ്ഞ് ക്ഷീണിതനായിട്ട് ജെറിയമേൽ ദേവ് ഇരിക്കുന്നു. മാത്രമല്ല ദാസേട്ടൻ വരേണ്ട സമയമായി. അദ്ദേഹം ഒരു കാറിൽ വന്നിറങ്ങുന്നു. 3 മക്കളെന്ന് വെച്ചാൽ അവർ ബാറ്റും ഒക്കെ ആയിട്ട് വന്നിട്ട് റെക്കോർഡിംഗ് സഭാവിൻ്റെ സ്റ്റുഡിയോയുടെ കുറച്ച് സ്പേഷ്യസ് ടെന്നീസ് കളിക്കുന്ന പിള്ളേരവിടെ വന്നിട്ട് ടെന്നീസ് കളി നടത്തുന്നു. പുള്ളി അവിടെ കളിച്ചോട്ടെ. പുള്ളി സ്റ്റുഡിയോയിൽ വന്ന് പാട്ട് പഠിക്കാൻ വേണ്ടി വരുന്നു. 1 മിനിറ്റ് കൊണ്ട് പുള്ളി ദാസേട്ടൻ, പിന്നെ അറിയാമല്ലോ ലോകത്ത് ഞാനിങ്ങനെ പാട്ട് പഠിക്കുന്ന ഒരു സിംഗറെ കണ്ടിട്ടില്ല. ഇത് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ തന്നെ ദാസേട്ടൻ പാട്ട് പഠിക്കുമ്പോൾ, ഏത് പാട്ടും കേൾക്കുമ്പോൾ 2 പുരിക ഒന്ന് വല്ലാതെ ഇങ്ങനെ ഒന്ന് കൂടുതൽ അടുക്കും. 2 പുരികെങ്കിലും ക്ലോസപ്പായിട്ട് 1 മിനിറ്റ് പഠിച്ചു. സംഗതി പുള്ളി കയറിയിട്ടുണ്ട്. പുള്ളി പാടാൻ വേണ്ടി നിൽക്കുന്നു. പുള്ളി പാടുമ്പോൾ ഇവിടെ ഓക്കെ വെൽ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഭയങ്കര സന്തോഷമാണ് ജെറിക്ക്, കാരണം എല്ലാം ഭംഗിയാണ്. ഈ സമയത്ത് ഒരു ആൻറ്റി ക്ലൈമാക്സ് പോലെ പെട്ടെന്ന് വിജയ് യേശുദാസ് സ്റ്റുഡിയോയ്ക്കകത്തേക്ക് കയറി കളിക്കടയിൽ നിന്ന്. കൊച്ചു പയ്യനാ, അവൻ വന്നിട്ട് അവിടെ നിൽക്കുന്നു. ദാസേട്ടൻ ഇത് കണ്ടിട്ട് അവനെ വിളിക്കുന്നു. റെക്കോർഡിങ് ഫിനിഷാക്കുന്നില്ല. ജെറിക്കും അത്ഭുതം, എന്താ മോനെ അകത്തേക്ക് വിളിക്കുന്നത്? പക്ഷേ പുള്ളി വിളിച്ചിട്ട് പുള്ളിയോട് പറഞ്ഞു പാട്. അദ്ദേഹത്തിൻ്റെ ആ ബേസ് വോയിസിൽ പാടൂ. ഇവൻ പാടുന്നില്ല, മടിച്ചു നിൽക്കുകയാണ്. ദാസേട്ടൻ ഭയങ്കരമായിട്ട് ചൂടാവുന്നു. പുള്ളിക്ക് പെട്ടെന്നാണ് ഈ മൂഡ് ഇല്ലാതായി പോകുന്നത്. അപ്പോൾ ജെറി പറഞ്ഞു കുഴപ്പമായി, ദാസ് ആകെ ഒരുമാതിരി മൂഡ് ഔട്ട് ആവുന്നുണ്ട്, ഇന്ന് റെക്കോർഡിങ് നടക്കുമോ എന്ന് സംശയമാണ്. ദാസ് വയലൻ്റ് ആ രീതിയിലാണ് നിൽക്കുന്നത്. കുട്ടി അനുസരിക്കുന്നില്ല എന്നുള്ളതാണ് പുള്ളിയുടെ സംഭവം. കുറച്ച് നേരം കഴിഞ്ഞ് പുള്ളി ഈ സാധനം ഊരിയിട്ട് പുള്ളി പുറത്തിറങ്ങി. പയ്യനും പുറത്തിറങ്ങി. അത് കഴിഞ്ഞ് പിന്നെ വിളിച്ചു പാട്. ഏതാണ്ടൊരു മർദ്ദന ലെവലിലേക്ക് ആ കാര്യം മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പയ്യൻ ഇത് വെച്ചിട്ട്, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ആ വിജയ് പാടുകയാണ് വാചാലം എൻ മൗനവും നിൻ മൗനവും, ശരി മതി എന്ന് പറഞ്ഞ് അവനെ വിട്ട് കഴിഞ്ഞിട്ട് ദാസേട്ടൻ്റെ ഒരു ഡയലോഗ്, അതാണ് ഏറ്റവും കഷ്ടം. ജെറി, ഐ എം സോറി, എല്ലാവരോടും ഞാൻ സോറി പറയുകയാണ്. ഞാൻ ഇത്രയും സമയമെടുത്ത് ഇത്രയും ചെയ്യാൻ കാരണം 5 വയസ്സിലാണ് ഞാൻ പാട്ട് പഠിച്ചത്. എൻ്റെ അച്ഛൻ എന്നെ 5-ാം വയസ്സ് മുതൽ പഠിപ്പിച്ച് അതിൽ ഞാൻ ഒരു അച്ചടക്കത്തോടിരുന്ന പാട്ട് പഠിച്ച് ഗാനഭൂഷണം അങ്ങനെ പല രീതിയിലും വളർന്നു വന്ന ശേഷമാണ് ഇന്നത്തെ ദാസായത്. ഞാനൊരു മടിയും കാണിച്ചിട്ടില്ല. എൻ്റെ മകൻ അത് കാണിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു. ഇന്ന് പുള്ളി പറഞ്ഞാണ്, ഇന്ന് അവന് വീട്ടിൽ വന്നാൽ കാണാം ഇഷ്ടം പോലെ റൂംസുണ്ട്, ഇഷ്ടം പോലെ അലമാര, ഇഷ്ടം പോലെ ഷൂസുണ്ട്, ഡ്രസ്സുണ്ട്. ഇതൊന്നും എനിക്കന്നില്ലായിരുന്നു. എനിക്ക് യാതൊന്നും ഇല്ലായിരുന്നു.
പക്ഷേ ഞാനന്ന് സ്ട്രിക്റ്റായിട്ട് പഠിച്ചു. ഇവർക്ക് ഇന്നിതെല്ലാം ഉണ്ട്, ഇവർക്ക് സംഗീതമില്ലെങ്കിലോ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്, ഐ എം സോറി എന്ന് പറഞ്ഞ് പുള്ളി രണ്ടാമത് പാടാൻ തുടങ്ങി. രണ്ടാമത് പാടിയപ്പോൾ വീണ്ടും മൂഡ് ശരിയായി, പാട്ട് പാടി കഴിഞ്ഞ സംഭവം. സാധാരണ പാട്ട് പാടുമ്പോൾ ഡാൻസ് ചെയ്യുന്ന മ്യൂസിക് ഡയറക്ടറാണ്. ഓഫ് കോഴ്സ് ഞാനവിടെ മനസ്സുകൊണ്ട് ഡാൻസ് ചെയ്തിട്ടിരിക്കുകയാണ്. അത്ഭുതമാണ്, ആ സ്റ്റുഡിയോയിൽ വന്നിട്ട് സ്പീക്കറിൻ്റെ മുമ്പിൽ പുള്ളി കൺസോളിൻ്റെ അപ്പുറത്ത് നിന്ന് ദാസേട്ടൻ കേൾക്കുന്നത്. ദാസേട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഡാൻസ് ചെയ്ത് നടക്കുകയാണ് കേട്ടിട്ട്. അപ്പോൾ ഇയാൾ എന്തൊക്കെ കാണിച്ചോ അതൊക്കെ ദാസേട്ടൻ കാണിക്കുന്നു. ഭയങ്കര അത്ഭുതമായിരുന്നു. ഏറ്റവും വലിയ അത്ഭുതം എന്ന് വെച്ചാൽ അന്ന് ദാസേട്ടൻ പാടാൻ പറഞ്ഞ് കരയിപ്പിച്ച പയ്യൻ വിജയ് യേശുദാസ് മോഹൻലാൽ അനൗൺസ് ചെയ്യുന്നു ഈ പാട്ട് ഈ അടുത്ത കാലത്ത് ഒരു ഗൾഫ് ഗാനമേളയിൽ. മോഹൻലാൽ നൈറ്റ് മാറ്റാണ് ദുബായിൽ. അവിടെ ദാസേട്ടൻ ഇല്ല, പകരം ദാസേട്ടൻ്റെ രൂപത്തിൽ വിജയ് ഇത് പാടുന്നു അതിനേക്കാൾ ഭംഗിയായിട്ട്. ആ മോഹൻലാൽ പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണിത്. അത് ആ സിനിമയിൽ അത് ഷൂട്ട് ചെയ്തിട്ടുള്ളതും വളരെ സ്ലോ മോഷനായിട്ട്. അതെ. ഒരു സ്ലോ മോഷൻ രീതിയിലാണ് അത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. മോഹൻലാലിന് വളരെ ചടുലമായിട്ടുള്ള, പിന്നീട് മോഹൻലാലിനെ നമ്മൾ കാണാൻ കൊതിക്കുന്ന രീതിയിലുള്ള ചടുലമായ ഡാൻസ് സീക്വൻസുകളുണ്ട്. ആ ഫ്രെയിമുകൾ എൻഡിൽ ചെന്നിട്ട് ഫ്രീസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഓരോ ഷോട്ടിന്റെ ഇടയിൽ സ്ലോ മോഷന്റെ എൻഡിൽ ഒരു വരി അവസാനിക്കുമ്പോൾ ഫ്രീസ് ചെയ്ത് നിൽക്കും. അങ്ങനെ വിഷ്വലിൽ ഒരുപാട് പുതുമകൾ നിറഞ്ഞ ഒരു ഗാനരംഗം കൂടിയായിരുന്നു ഇത്. പോൾ ബാബുവിന്റെ മനസ്സ് മുഴുവൻ മറ്റേ ഫ്രെയിംസ് ആണ്. ഭരതൻ എങ്ങനെങ്കിലും പുള്ളി ഒരു കൊമ്പ്, ഒരു മരത്തിന്റെ കൊമ്പ് ഇങ്ങനെ ഒലുക്കി പൂക്കൾ ഇങ്ങനെ അടർത്തി ഇടുന്നൊരു സാധനമുണ്ട്. ഇത് പുള്ളി ഒരു 6-7 ടേക്ക് എടുത്തു. കാരണം ഭരതൻ ഈ പൂക്കൾ അടർത്തി വിടുന്ന പോലെ ഇത് വീണമെന്നാണ് പുള്ളി. അങ്ങനെ ഭരതൻ അങ്ങനെ ഇട്ടിട്ടില്ലെങ്കിലും അതുപോലെ എന്തോ സാധനം എടുത്ത് കുറേ മുകളിലേക്ക് ഓരോ ഫ്രെയിംസിലും വാട്ടെവർ ഇദ്ദേഹത്തിൻ്റെ ഗുരു ചെയ്തിട്ടുണ്ടോ അതൊക്കെ ചെയ്യാനുള്ള ഒരു വലിയ ശ്രമം നടത്തി. അതിന് ഈ പാട്ട് ഭയങ്കര സഹായിച്ചു. മാത്രമല്ല എൻ്റെ അറിവിൽ ഇപ്പോൾ ഭാരതിരാജയുടെയൊക്കെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും രാധികയുടെ ഒരു ഇത്രയും ഭംഗിയായൊരു രൂപം ഞാൻ കണ്ടില്ല. രാധിക ഇത്രയും സുന്ദരിയായിട്ടും ഇത്രയും പാട്ടുമായിട്ട് ഇഴുകിച്ചേർന്ന് അഭിനയിക്കുന്ന വേറൊരു പടത്തിലും എന്തോ എൻ്റെ മനസ്സിൻ്റെ വിഭ്രാമക ഇതായില്ല. എങ്കിലും ആ മോഹൻലാലും ഇവർ ഈ പാട്ടിന് വേണ്ടി വെച്ച ജോഡികളാണോ ഇവർ, അതിനു വേണ്ടി ഉണ്ടായ മരമാണോ അത് എന്നൊക്കെ തോന്നുന്ന പോലെ ഇറ്റ് ഹാസ് ബിക്കം ഒരു വലിയൊരു ഹിസ്റ്ററി ആയിട്ട് മാറി ഈ പാട്ട്. അതിനേക്കാൾ വലിയ ഹിസ്റ്ററി ആയിട്ടാണ് അടുത്ത പാട്ടുണ്ടായത്, സംഗമം ഈ പൂങ്കാവനം. അത് നേരത്തെ പറഞ്ഞ ജെറിയുടെ അസുഖം അതിനകത്തുണ്ടായിട്ടുണ്ട്. കാരണം ജെറിയ പാട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു MDR സൂക്ഷിക്കുക, എല്ലാം മം 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 എന്നുവെച്ചാൽ നമ്മൾ അടുത്ത ആ വരി വരുമ്പോൾ എൻഡിൽ ഈ സാധനം വരണമെന്ന് പറഞ്ഞപ്പോൾ ഇൻസിസ്റ്റ് ചെയ്യുകയാണ്. എന്താ ഇത്ര ഇയാൾ വാശി പിടിക്കുന്നതെന്ന് വിചാരിച്ചാൽ കറക്റ്റാണ്. അദ്ദേഹം പറഞ്ഞു കറക്റ്റാണ്. സംഗമം ഈ പൂങ്കാവനം മം ഋതുമന്ദിരം പൂങ്കാവനം മന്ത്രമോ ഇതു മായയോ മംഗല്യം കോർക്കും ജാലമോ സംഗമം. അന്ന് ബസ്സിലും കാറിലും എവിടെ പോകുന്ന ചെറുപ്പക്കാരുണ്ട്. റഹ്മാനുണ്ടായിരുന്നു. റഹ്മാൻ അത് നിർമ്മിച്ചത് സിയാദ് കോക്കറായിരുന്നു. സിയാദ് കോക്കർ ഹാസ് സാറ്റിസ്ഫാക്ഷൻ. സാധാരണ ഒരു പ്രൊഡ്യൂസർക്ക് ഈ പാട്ടൊക്കെ പുള്ളി അന്ന് ധരിച്ചിരുന്ന ഇത്രയും ഹിറ്റാവില്ലെന്നായിരുന്നു. പാട്ട് കേട്ടപ്പോൾ വാചാലം തന്നെ ആയില്ലായിരുന്നു. സകല പ്രൊഡ്യൂസേഴ്സിൻ്റെയും ചുണ്ടികളിൽ വാചാലം. ഇന്നും വലിയ ഹിറ്റാണ്. ഇന്നത്തെ തലമുറ വലിയ ഹിറ്റാണ്. 80കളിലെ പാട്ടുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു 10 പാട്ടുകൾ എടുത്താലേ ഈ പാട്ട്. അതാ ദേവരാജ മാഷ് എന്ന് പറഞ്ഞത് കറക്റ്റാണ്. കാരണം നോ അതർ മ്യൂസിക് ഡയറക്ടർ ഇങ്ങനെ ഒറ്റ പാട്ട് കൊണ്ട് സ്കോർ ചെയ്ത് മ്യൂസിക് ഡയറക്ടർ. അതുപോലെ തന്നെയാണ് ജെറിയുടെ ഓരോ പാട്ടും ഓരോ നാഴികക്കല്ലിലാണ്. നേരത്തെ പറഞ്ഞ കുത്തിക്കുത്തുമൊക്കെ എല്ലാ പാട്ടുകളും ജെറി എന്ന് പറഞ്ഞ ആളിൻ്റെ ഒരു സിഗ്നേച്ചറുള്ള പാട്ടുകളാണ്. ഇതിനും ഞാൻ ആവർത്തിക്കുന്നു, ഇതിലും ഒരു പാട്ടിനും ഒരു അവാർഡും കിട്ടിയില്ല. ജെറിക്ക് കൊടുക്കേണ്ടതായിരുന്നു. വാചാലം എന്നുള്ള പാട്ടിന് അവാർഡ് കൊടുക്കാത്ത ജൂറികൾ വാസ്തവത്തിൽ കഷ്ടമാണ്. ഒന്നുകിൽ അവരുടെ അജ്ഞതയാവാം, ഒന്നുകിൽ ജെറിയുടെ അറിവില്ലായ്മയാവാം, എന്തെങ്കിലും ഒന്നുണ്ടായിട്ടുണ്ട്. ഇതിങ്ങനെ തുടരുകയാണ്. എൻ്റെ പല പാട്ടുകളും സൂപ്പർ ദേവരാഗത്തിലെ പാട്ടുകൾ ദൈവം പോലും അവാർഡ് തന്ന പാട്ടാണ്. അതിലൊരു ഒറ്റ പാട്ടിന് മാത്രമാണ് അവാർഡ് കൊടുത്തത്, ചിത്രയ്ക്ക്. ഇവർ ഈ കീരവാണിയെ മറന്നുപോയോ? കീരവാണി ചെയ്ത എല്ലാ പാട്ടുകളും ഒന്നിനൊന്നും മെച്ചമായിരുന്നു. അപ്പം അവാർഡ് കമ്മിറ്റി വാചാലം എന്നുള്ള പാട്ടിനെ അവഗണിച്ചതുപോലൊരു അവഗണന വേറൊരു പാട്ടിനും മലയാളത്തിലുണ്ടായിട്ടില്ല. അത് ജെറി മാപ്പ് കൊടുക്കില്ല, ഞാൻ മാപ്പ് കൊടുക്കും, പക്ഷേ ദൈവം മാപ്പ് കൊടുക്കില്ല. ദൈവം വേണമെങ്കിൽ ഒരു വേൾഡ് മാപ്പ് എടുത്ത് കൊടുക്കും, ലോക അപരിചയം ഉണ്ടാവാൻ, അല്ലാതെ വേറൊന്നും സംഭവിക്കില്ല.